Today, we will be talking about a new topic modern trends in taxonomy. ടാക്സോണമിയിലെ പുതിയ ട്രെൻഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Taxonomy was initially based on morphological and anatomical characters. Earlier classification ഒക്കെയും മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ ബേസിൽ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിനേസിൻ്റെ സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. ആൻഡ്രീഷ്യത്തിൻ്റെ മാത്രം ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ആ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സോ ആൻഡ്രീഷ്യത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഒരു ഈസിലി ഒബ്സർവബിൾ മോർഫോളജിക്കൽ ക്യാരക്ടറാണ്. സോ ഇങ്ങനെ ഈസിലി ഒബ്സർവബിൾ മോർഫോളജിക്കൽ ഓർ അനാട്ടമിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് ഏർലിയർ ക്ലാസിഫിക്കേഷൻ ഒക്കെയും ചെയ്തിട്ടുള്ളത്. Later, taxonomy adopted a synthetic approach based on the data and information provided by other branches such as cytology, genetics, molecular biology, biochemistry, etc. പിന്നീട് എന്തായി, ടാക്സോണമി ഒരു സിന്തറ്റിക് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ് ഓഫ് ബയോളജി എന്നുള്ള ഡാറ്റൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇങ്ങനെ ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ് ഓഫ് ബയോളജിയിൽ മെയിനായിട്ടും കൺസിഡർ ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റോളജി, ജനറ്റിക്സ്, മോളിക്കുലാർ ബയോളജി, ബയോകെമിസ്ട്രി, ഈ ഫീൽഡിൽ നിന്നൊക്കെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് മെയിനായിട്ടും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ബേസിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു അതർ ഫീൽഡിൽ നിന്ന് ബയോളജീൻ്റെ അതർ ഫീൽഡിൽ നിന്നുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് ചെയ്ത ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ബേസിൽ സെവറൽ ന്യൂ ബ്രാഞ്ചസ് ഓഫ് ടാക്സോണമി എമേർജ് ചെയ്ത് വന്നു. Chemotaxonomy, cytotaxonomy, numerical taxonomy, and molecular taxonomy. Today, we will discuss chemotaxonomy in detail. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീമോടാക്സോണമി ആണ്. എന്താ കീമോടാക്സോണമി? പ്ലാന്റ്സിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ കണ്ടൻസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാണ് ഓർഗാനിസത്തെ എങ്കിൽ അതിനെയാണ് നമ്മൾ കീമോടാക്സോണമി എന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് കെമിക്കൽ ടാക്സോണമി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് പ്ലാന്റ്സിൽ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ കോമ്പൗണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ, ഒരു എസെൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും, നമുക്ക് ഈ രണ്ട് പ്ലാന്റ്സിനെ എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ദെൻ ഒരു ഫാമിലിയിലെ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിൽ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ കാണുന്നുണ്ട്, ഒന്നോ രണ്ടോ മെമ്പേഴ്സിൽ ആ കെമിക്കൽ ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് ആ ഫാമിലിയിൽ നിന്ന് ആ പ്ലാന്റ്സിന് എന്ത് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് കീമോടാക്സോണമിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് പ്ലാന്റിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ ഇൻഫർമേഷൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. സോ കെമിക്കൽ ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ സോൾവിങ് ടാക്സോണമിക് പ്രോബ്ലം. സോ ടാക്സോണമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കീമോടാക്സോണമി എന്ന് പറയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഹോൾ ക്ലാസിഫിക്കേഷൻ കീമോടാക്സോണമി വെച്ച് ചെയ്തിട്ടൊന്നുമില്ല. ചില ഫാമിലിയിലെ അല്ലെങ്കിൽ ചില ജീനസിലെ അല്ലെങ്കിൽ ചില സ്പീഷീസിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചില പെർട്ടിക്കുലർ കേസസിലാണ് കീമോടാക്സോണമി യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഫാമിലീനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഫാമിലി ആക്കി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് ഫാമിലീസ് ജോയിൻ ചെയ്ത് പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും കീമോടാക്സോണമി യൂസ് ചെയ്യുക. അല്ലാതെ ഒരു മൊത്തം ക്ലാസിഫിക്കേഷൻ കെമിക്കൽ ഇൻഫർമേഷൻ്റെ ബേസിൽ ചെയ്തതിനൊരു എക്സാമ്പിൾ പറയാനില്ല. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് സിൻസ് മാൻ ഫസ്റ്റ് ബിഗാൻ ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ആസ് എഡിബിൾ ആൻഡ് നോൺ എഡിബിൾ ബേസ്ഡ് ഓൺ കെമിക്കൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിക്കാൻ തുടങ്ങിയത്? നമുക്ക് കാട്ടിൽ കാണുന്ന പഴങ്ങൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. സോ എഡിബിൾ ആണോ നോൺ എഡിബിൾ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ആണ്. Large variety of chemical compounds are found among plants. They can be divided into micromolecules and macromolecules. So പ്ലാന്റ്സിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മൈക്രോ ആൻഡ് മാക്രോ.
മൈക്രോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് വിത്ത് ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്, ബിലോ 1000. ആൻഡ് മാക്രോമോളിക്യൂൾസ് ആ പേര് തന്നെയുണ്ട്, കോമ്പൗണ്ട്സ് വിത്ത് ഹൈ മോളിക്കുലാർ വെയിറ്റ് എബവ് 1000. അതാണ് മാക്രോമോളിക്യൂൾസ്. ദെൻ മൈക്രോമോളിക്യൂൾസ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്, പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും. പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ വൈറ്റൽ മെറ്റബോളിക് പാത്വേസ്. വൈറ്റൽ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രബ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞത് എല്ലാ എയറോബിക് ഓർഗാനിസത്തിലും ഉള്ള ഒരു റെസ്പിറേറ്ററി പ്രോസസ് ആണ്. സോ എല്ലാ എയറോബിക് ഓർഗാനിസത്തിലും ക്രബ് സൈക്കിൾ നടക്കും. സോ ക്രബ് സൈക്കിളിലെ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് എല്ലാ എയറോബിക് ഓർഗാനിസത്തിലും പ്രസന്റ് ആയിരിക്കും. സോ ക്രബ് സൈക്കിൾ ഒരു വൈറ്റൽ മെറ്റബോളിക് പാത്വേ ആണ്. സോ ആ വൈറ്റൽ മെറ്റബോളിക് പാത്വേന്റെ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് എല്ലാ എയറോബിക് ഓർഗാനിസത്തിലും പ്രസന്റ് ആയിരിക്കും. ഇങ്ങനെ വൈറ്റൽ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ സിട്രിക് ആസിഡ്, സിസ് എക്കോണിറ്റിക് ആസിഡ് എക്സെട്ര. Then secondary metabolites എന്ന് പറഞ്ഞാൽ they are the byproduct of primary metabolism and they have non-vital functions. അതായത് പ്രൈമറി മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ചെയ്യാത്ത കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ പ്രൈമറി മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. ആൻഡ് അതിന് വൈറ്റൽ ഫങ്ഷൻസ് അല്ല, വേറെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. എക്സാമ്പിൾ ആൽക്കലോയിഡ്സ്, ടെർപീൻസ് എക്സെട്ര. അപ്പോൾ ചില പ്ലാന്റ്സിൽ ആൽക്കലോയിഡ്സ് പ്രസന്റ് ആയിരിക്കും, ചിലതിൽ ടെർപീൻസ് പ്രസന്റ് ആയിരിക്കും, ചിലതിൽ ഫ്ലാവനോയിഡ്സ് പ്രസന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പപ്പാവർ സോംനിഫറം, നമ്മൾ ഒപ്പിയം ഓർ പോപ്പി, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് മോർഫിൻ. സോ ഈ മോർഫിൻ നമുക്ക് എല്ലാ പ്ലാന്റ്സിലും കാണാൻ പറ്റില്ല, ചില പ്ലാന്റ്സിൽ മാത്രം, അതായത് പപ്പാവർ സോംനിഫറം പോലത്തെ പ്ലാന്റ്സിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ആൽക്കലോയിഡ് ആണ് മോർഫിൻ എന്ന് പറഞ്ഞത്. സോ ഇങ്ങനെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സും പ്ലാന്റ്സിൽ പ്രസന്റ് ആയിരിക്കും. പക്ഷെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് പോലെ യൂണിവേഴ്സൽ അല്ല, ചില പ്ലാന്റ്സിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരിക്കും സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞത്. സോ മൈക്രോമോളിക്യൂൾസ് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും. ദെൻ ലാർജ് മോളിക്യൂൾ ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, നോൺ സിമന്റൈഡ്സും സിമന്റൈഡ്സും. നോൺ സിമന്റൈഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ. ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ചെയ്യാത്ത ലാർജ് മോളിക്യൂൾസിനെയാണ് നോൺ സിമന്റൈഡ്സ് എന്ന് പറയാം. എക്സാമ്പിൾ സെല്ലുലോസ്. ഇപ്പോൾ പ്ലാന്റ്സിന്റെ സെൽവാളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസാ. അങ്ങനത്തെ സെല്ലുലോസ് പോലത്തെ മെറ്റീരിയൽസ് ആണ് മാക്രോമോളിക്യൂൾസിന്റെ നോൺ സിമന്റൈഡ്സ് കാറ്റഗറിയിൽ വരുന്നത്. ദെൻ സിമന്റൈഡ്സ് എന്ന് പറഞ്ഞാലോ they are the molecules involved in information transfer. ഇൻഫർമേഷൻ ട്രാൻസ്ഫറിൽ ഇൻവോൾവ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് സിമന്റൈഡ്സ്. ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ്. അത് ഏതൊക്കെയാ? DNA, RNA, പ്രോട്ടീൻസ് എക്സെട്ര. നമ്മൾ കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രോഡായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മൈക്രോമോളിക്യൂൾസും മാക്രോമോളിക്യൂൾസും. മൈക്രോ എന്ന് പറയുമ്പോൾ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ കോമ്പൗണ്ട്സ് ആണ്. അതിൽ പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ആണ് പറഞ്ഞത്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ദീസ് ആർ ദ കോമ്പൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ വൈറ്റൽ മെറ്റബോളിക് പാത്വേസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വൈറ്റൽ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്രബ് സൈക്കിൾ പറഞ്ഞു, അതുപോലെ തന്നെ ഗ്ലൈക്കോളിസിസ് എക്സെട്ര. അപ്പം പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കും. സോ ഫോട്ടോസിന്തസിസിന്റെ പാത്വേസ് ഉണ്ടല്ലോ, നമ്മൾ C3, C4 എന്നൊക്കെ പറഞ്ഞത്. അപ്പം പ്ലാന്റ്സിന്റെ കേസിൽ അതിലടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. സോ ഇങ്ങനെ വൈറ്റൽ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. മോസ്റ്റ് ഓഫ് ദം ആർ യൂണിവേഴ്സൽ ആൻഡ് ഓഫ് ലിറ്റിൽ ടാക്സോണമിക് ഇമ്പോർട്ടൻസ്. വൈറ്റൽ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദേ ആർ യൂണിവേഴ്സലി പ്രസന്റ് ആൻഡ് ഹാവ് ലിറ്റിൽ ടാക്സോണമിക് ഇമ്പോർട്ടൻസ്. അതായത് പ്രത്യേകിച്ച് ഒരു ടാക്സോണമിക് ഇമ്പോർട്ടൻസ് അതിനില്ല, അല്ലെങ്കിൽ കീമോ ടാക്സോണമിയിലും പ്രൈമറി മെറ്റബോളൈറ്റ്സിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എന്താ? ഇപ്പം ഓൾ എയറോബിക് ഓർഗാനിസത്തിൽ എന്ത് പ്രസന്റ് ആണ്? ക്രബ് സൈക്കിളിലെ ഇന്റർമീഡിയറ്റ്സ് ഒക്കെ പ്രസന്റാ, അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസിലെ ഇന്റർമീഡിയറ്റ്സ് ഒക്കെ പ്രസന്റാ.
ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എയറോബിക് ഓർഗാനിസത്തിലും നടക്കും അനറോബിക് ഓർഗാനിസത്തിലും നടക്കും. സോ എല്ലാ ഓർഗാനിസത്തിലും ഗ്ലൈക്കോളിസിസിലെ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് പ്രസന്റ് ആയിരിക്കും. അത് യൂണിവേഴ്സലി പ്രസന്റ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ടാക്സോണമിക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞത്? എക്കോണിറ്റിക് ആസിഡ്, അതുപോലെ സിട്രിക് ആസിഡ് എക്സെട്ര. They are first discovered from Aconitum and citrus respectively, participate in Krebs cycle of respiration and are found in all aerobic organism. ഇത് സിട്രിക് ആസിഡ് സൈക്കിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിട്രിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിട്രിക് ആസിഡ് എന്നാണ്. സിട്രിക് ആസിഡ്, സിസ് എക്കോണിറ്റിക് ആസിഡ്, ഐസോസിട്രിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, സക്സിനൈൽ കോഎൻസൈം എ, സക്സിനിക് ആസിഡ്, ഫ്യൂമാരിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സലോഅസറ്റിക് ആസിഡ് ആൻഡ് ദെൻ സിട്രിക് ആസിഡ്. അങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കെമിക്കൽസും എല്ലാ എയറോബിക് ഓർഗാനിസത്തിലും പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലി പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ലിറ്റിൽ ടാക്സോണമിക് ഇമ്പോർട്ടൻസേ ഉള്ളൂ. ദെൻ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കീമോ ടാക്സോണമിയിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, their quantitative variation may however be of taxonomic significance sometimes. ഇപ്പോൾ വളരെ ചെറിയ ഒരു എയറോബിക് ഓർഗാനിസത്തിനെയും വളരെ വലിയ ഒരു എയറോബിക് ഓർഗാനിസത്തിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരും അല്ലേ? കാരണം ആ ഒരു ഓർഗാനിസത്തിന്റെ ഓൾ നീഡ്സിന് വേണ്ടിയിട്ടാണ് റെസ്പിറേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ അതിന്റെ ക്വാണ്ടിറ്റിയിൽ ചിലപ്പോൾ ചേഞ്ചസ് വരാം. പ്രൈമറി മെറ്റബോളൈറ്റ്സ് യൂണിവേഴ്സലി പ്രസന്റ് ആയതുകൊണ്ട് ടാക്സോണമിക് സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിലുള്ള ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ കീമോ ടാക്സോണമിയിൽ കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫാമിലി റോസേസി ഈസ് റിച്ച് ഇൻ ആർജിനിൻ. റോസേസി ഫാമിലിയിൽ ആർജിനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഒരുപാട്, അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. സോ നമുക്ക് ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞപ്പം അത് റോസേസി ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് റോസേസിയൻ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിന്റെ ആർജിനിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തിയാൽ മതി. സോ ആർജിനിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അത് റോസേസിയിലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. മൈക്രോ മോളിക്യൂൾസിൽ വരുന്ന സെക്കൻഡ് ടൈപ്പ് ആണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. They perform non-vital function and are less widespread in plants compared to primary metabolites. Non-vital functions ആയതുകൊണ്ട് തന്നെ they are less common. അപ്പം വൈറ്റൽ ഫങ്ഷൻസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിന്റെ അത്ര കോമൺ ആയിരിക്കൂല സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അതായത് ചില ഓർഗാനിസത്തിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിരിക്കും ചില കോമ്പൗണ്ട്. ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് വെച്ചിട്ട് നമുക്ക് ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. They are generally byproduct of metabolism. പ്രൈമറി മെറ്റബോളിസത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഏത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. Earlier they were considered to be waste product. നേരത്തെ ഇതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. Recently it is realized that they have role in chemical defense against pathogen, allelopathic agents, etc. അതായത് റീസെന്റ് ആയിട്ട് റിയലൈസ് ചെയ്തതാണ് they are not waste product but they have some functions. എന്തൊക്കെയാ functions? Chemical defense. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുള്ള ലീഫ് ഹെർബിവോറസ് ആനിമൽസ് ഒന്നും കഴിക്കില്ല. സോ അത് കെമിക്കൽ ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ചില പാത്തജൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അലിലോപതിക് ഏജൻസ്. അലിലോപതിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ തടയുന്നതിനെയാണ് അലിലോപതി എന്ന് പറയുക. സോ അങ്ങനത്തെ ഈ കെമിക്കൽസ് തൊട്ടടുത്ത് വേറൊരു ഓർഗാനിസം അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതിനെ തടയും. അങ്ങനത്തെ ചില ഫങ്ഷൻസ് ഏതിനുണ്ട്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സിനുണ്ട് എന്ന് റീസെന്റ്ലി ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. സോ ദേ ആർ നോട്ട് വേസ്റ്റ് പ്രോഡക്റ്റ് but they are the byproduct of metabolism. And example for secondary metabolites are non-proteinic amino acids, phenolics, alkaloids, glucosinolates, terpenes, etc. And these are the major categories of secondary metabolites having taxonomic importance. Different types of secondary metabolites plants present ആയതിൽ നമ്മൾ 5 different types ആണ് ഇവിടെ explain ചെയ്യുന്നത്. Non-proteinic amino acids, phenolics, alkaloids, glucosinolates and terpenes. ഈ 5 സെക്കൻഡറി മെറ്റബോളൈറ്റ്സും എങ്ങനെയാണ് ടാക്സോണമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സ് ആണ്.
A large number of amino acids not associated with proteins are known as non-proteinic amino acids. പ്രോട്ടീൻസിൻ്റെ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യാത്ത അമിനോ ആസിഡ്സ് ആണ് നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സ്. നോൺ പ്രോട്ടീനിക് എന്നാണ്. സോ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യാത്ത അമിനോ ആസിഡ്സ്. നമുക്ക് 20 എസെൻഷ്യൽ ആൻഡ് 20 നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അറിയാം. ഇവയൊക്കെ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന അമിനോ ആസിഡ്സാണ്. ഇവ കൂടാതെ ഏകദേശം 300-ലധികം നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Their distribution is not universal but specific to certain groups. ഈ നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സ് എല്ലാ ഓർഗാനിസത്തിലും ഈക്വലി പ്രസന്റ് അല്ല. ദേ ആർ സ്പെസിഫിക് ടു സർട്ടൻ ഗ്രൂപ്പ്സ്. ചില ഗ്രൂപ്പിലുള്ളത് ചില ഗ്രൂപ്പിൽ ആബ്സെൻ്റ് ആയിരിക്കും. സോ ചില ഗ്രൂപ്പിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമുക്ക് ചില നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സിനെ കാണാം. അല്ലെങ്കിൽ ഒരു പ്ലാന്റിലുള്ളത് വേറൊരു പ്ലാന്റിൽ ഉണ്ടാവില്ല, ആ പ്ലാന്റിലുള്ളത് വേറൊരു പ്ലാന്റിൽ ഉണ്ടാവില്ല, അങ്ങനെ. സോ ദേ ഹാവ് ടാക്സോണമിക് സിഗ്നിഫിക്കൻസ്. അതുകൊണ്ട് തന്നെ നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സിന് ടാക്സോണമിക്കലി ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. എക്സാമ്പിൾ, ലത്തൈറിൻ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലത്തൈറസ് ജീനസ്. ജീനസ് ലത്തൈറസിനെ മാത്രം കണ്ടുവരുന്ന ഒരു നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ് ആണ് ലത്തൈറിൻ. കനവാനൈൻ ഈസ് ഓൺലി പ്രസന്റ് ഇൻ ഫാബേസി ഓർ ലെഗുമിനോസെ. ലെഗുമിനോസെ ഓർ ഫാബേസി ഫാമിലിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ് ആണ് കനവാനൈൻ. നമുക്കൊരു പ്ലാന്റ് കിട്ടി, അത് ഫാബേസി ആണോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട്. സോ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കനവാനൈൻ്റെ പ്രസൻസ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ ഒരു പ്ലാന്റ് കിട്ടി, അത് ലത്തൈറസ് ജീനസുമായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഡൗട്ട്. അങ്ങനത്തെ കേസിൽ ലത്തൈറിൻ എന്ന് പറഞ്ഞിട്ടുള്ള നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. രണ്ടാമത്തത് ഫിനോളിക്സ്. Phenols are made of single ring of benzene with OH group in different positions. ഫിനോൾ എന്താ? ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ OH ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ഫിനോൾ എന്ന് പറയാം. ഫിനോളിക്സ് ഈസ് എ ഫിനോൾ. ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്ലാന്റ് കിങ്ഡം. ഫിനോളിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഫിനോൾസ് പ്ലാന്റ് കിങ്ഡത്തിൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കോമൺ എക്സാമ്പിൾസ് ആർ കാറ്റക്കോൾ, ഹൈഡ്രോക്വിനോൺ, ഫ്ലോറോഗ്ലൂസിനോൾ, പൈറോഗാലോൾ എക്സെട്ര. പ്ലാന്റ് കിങ്ഡത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിനോളിക് കോമ്പൗണ്ട്സ് ആണ് കാറ്റക്കോള്, ഹൈഡ്രോക്വിനോണ്, ഫ്ലോറോഗ്ലൂസിനോള്, പൈറോഗാലോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൗമാരിൻ is a group of natural phenolic compound and it is found in Anthoxanthum odoratum. Crushed leaves of Anthoxanthum odoratum have a characteristic smell which is due to the presence of coumarin. സോ ആന്തോക്സാന്തം ഒഡോറേറ്റ് എന്ന് പറഞ്ഞൊരു സ്പീഷീസിൽ മാത്രം കണ്ടുവരുന്ന ഒരു നാച്ചുറൽ ഫിനോളിക് കോമ്പൗണ്ടാണ് കൗമാരിൻ. നമ്മൾ ആന്തോക്സാന്തം ഒഡോറേറ്റത്തിൻ്റെ ലീഫ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ക്രഷ് ചെയ്ത് സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ല് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൗമാരിൻ. ദെൻ ഫ്ലാവനോയിഡ്സ്. ഫ്ലാവനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെൻസീൻ റിങ്സ് ജോയിൻഡ് ബൈ C3 ഓപ്പൺ ഓർ ക്ലോസ്ഡ് സ്ട്രക്ചറാണ്. 2 ബെൻസീൻ റിങ്സിൻ്റെ C3 കാർബൺസ് ജോയിൻ ചെയ്തിട്ട് ഓപ്പൺ ഓർ ക്ലോസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയാം. ആൻഡ് എക്സാമ്പിൾ ഫോർ ഫ്ലാവനോയിഡ്സ് ആർ ഫ്ലാവനോൾസ്, ഐസോഫ്ലാവോൺസ്, മാൽവാഡിൻസ്, ആന്തോസയാനിഡിൻസ് എക്സെട്ര. അപ്പോൾ പ്ലാന്റ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫ്ലാവനോയിഡ്സിന് എക്സാമ്പിളാണ് ഫ്ലാവനോൾസ്, ഐസോഫ്ലാവോൺസ്, മാൽവാഡിൻസ്, ആന്തോസയാനിഡിൻസ് എക്സെട്ര. തേർഡ് ടൈപ്പ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് ആൽക്കലോയിഡ്സ്. ആൽക്കലോയിഡ്സിൻ്റെ പ്രസൻസും ടാക്സോണമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്താ ആൽക്കലോയിഡ്സ്? ദേ ആർ ഓർഗാനിക് നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ്. സോ കെമിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഓർഗാനിക് നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ് ആണ് ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞത്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്കറിയാം. നിക്കോട്ടിൻ, അത് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം നിക്കോഷിയാന ടബാക്കം. പുകയിലേന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ എന്ന് പറഞ്ഞത്. വേറൊരു എക്സാമ്പിളാണ് ക്യുനിൻ, സിങ്കോണ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. എഫിഡ്രിൻ, എഫിഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിംനോസ്പെർമിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. ദെൻ മോർഫിൻ, ഒപ്പിയം ഓർ പോപ്പി, പെപ്പാവർ, സോംനിഫറത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ആൽക്കലോയിഡാണ്. സോ ഇങ്ങനെ ചില സ്പീഷീസിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് പ്ലാന്റ്സിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ആൽക്കലോയിഡ്സിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് വെച്ചിട്ട് ഒരുപാട് ടാക്സോണമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ കീമോ ടാക്സോണമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമെന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഫാമിലീസ്,
Papaver and Fumariaceae are closely related. Papaver Fumariaceae closely related ആണ്. അതുകൊണ്ടാണ് അതിനെ അടുത്തടുത്ത് വെച്ചിട്ടുള്ളത്. And their affinity is supported by the occurrence of protopion in both. അപ്പോൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പപ്പാവറേസിനെയും ഫിമാരിയേസിനെയും അടുത്തടുത്ത് അപ്ലൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തടുത്ത് പ്ലേസ് ചെയ്തത് ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു അസംഷൻ്റെ ബേസിലാണ്. അപ്പോൾ ഈ ഒരു ക്ലോസ് അഫിനിറ്റി ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രസൻസ് ഓഫ് ആൻ ആൽക്കലോയിഡ് കോൾഡ് പ്രോട്ടോപൈൻ. പ്രോട്ടോപൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കലോയിഡ് പ്രസന്റ് ആണ് ഈ രണ്ട് ഫാമിലീസിലും. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ നാലാമതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഗ്ലൂക്കോസിനോളൈറ്റ്സ് ആണ്. These are mustard oil containing glucosides found in the order Cappareils. Order Cappareilsൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് ഗ്ലൂക്കോസിനോളൈറ്റ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഓർഡർ കപ്പാരയിൽസിലാണ് മസ്റ്റാർഡ് ഒക്കെ വരുന്നത്. മസ്റ്റാർഡിന്റെ ഫാമിലി ക്രൂസിഫെറേ ഓർ ബ്രാസിക്കേസി ആണ്. ക്രൂസിഫെറേ CEAയിൽ എൻഡ് ചെയ്യാത്തതുകൊണ്ട് പുതിയ നെയിം കൊടുത്തിട്ടുള്ളതാണ് ബ്രാസിക്കേസി. സോ മസ്റ്റാർഡിന്റെ ഫാമിലിയിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോസൈഡ് ആണ് ഗ്ലൂക്കോസിനോളൈറ്റ്സ് എന്ന് പറഞ്ഞത്. ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. സോ mustard oil containing glucosides found in the order Cappareils. So order Cappareilsൽ വരുന്ന ഫാമിലീസിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോസൈഡ്സ് അതിനെയാണ് ഗ്ലൂക്കോസിനോളൈറ്റ്സ് എന്ന് പറയാം. ആൻഡ് ഇനി നമ്മൾ ഗ്ലൂക്കോസിനോളൈറ്റ്സിന്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസിന്റെ ബേസിൽ ചെയ്തിട്ടുള്ള ടാക്സോണമിക് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. Originally, Cruciferae, Capparaceae, Papaver and Fumariaceae were placed in the order Rhodiales. Cruciferae, Capparaceae, Papaver and Fumariaceae ഈ 4 ഫാമിലീസിനെയും ആദ്യം പ്ലേസ് ചെയ്തിരുന്നത് ഓർഡർ റോഡിയൽസിലായിരുന്നു. ഓർഡർ റോഡിയൽസിൽ വരുന്ന ഫാമിലീസിനെ എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായി ചില ഫാമിലീസിൽ ഗ്ലൂക്കോസിനോളൈറ്റ്സ് പ്രസന്റ് ആണ്, ചില ഫാമിലീസിൽ ഗ്ലൂക്കോസിനോളൈറ്റ്സ് ആബ്സെന്റ് ആണ്. സോ അതിന്റെ ബേസിൽ ഓർഡർ റോഡിയൽസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഓർഡേഴ്സ് ആക്കി മാറ്റി. ഏതൊക്കെയാ 2 ഓർഡേഴ്സ്? ഓർഡർ കപ്പാരയിൽസ് ആൻഡ് ഓർഡർ പപ്പാവറയിൽസ്. ഏതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാ? ഓർഡർ റോഡിയൽസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്. ദെൻ ഓർഡർ കപ്പാരയിൽസിൽ ഗ്ലൂക്കോസിനോളൈറ്റ്സ് പ്രസന്റ് ആയിട്ടുള്ള ഫാമിലിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓർഡർ പപ്പാവറയിൽസിലോ ഗ്ലൂക്കോസിനോളൈറ്റ്സ് ആബ്സെന്റ് ആയിട്ടുള്ള ഫാമിലീസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഓർഡർ കപ്പാരയിൽസിലാണ് കപ്പാരേസിയും ക്രൂസിഫെറയും വരുന്നത്. കപ്പാരേസി ഫാമിലിയിലും ക്രൂസിഫെറേ ഫാമിലിയിലും എന്ത് പ്രസന്റ് ആണ്? ഗ്ലൂക്കോസിനോളൈറ്റ്സ് പ്രസന്റ് ആണ്. ആൻഡ് ഓർഡർ പപ്പാവറയിൽസിൽ വരുന്നത് ഫിമാരിയേസിയും പപ്പാവറേസിയാണ്. ഈ 2 ഫാമിലിയിലും ഗ്ലൂക്കോസിനോളൈറ്റ്സ് ആബ്സെന്റും ആണ്. സോ ഇനീഷ്യലി 4 ഫാമിലീസും ഓർഡർ റോഡിയൽസിലായിരുന്നു. പിന്നീട് ഗ്ലൂക്കോസിനോളൈറ്റ്സ് പ്രസന്റ് ആയിട്ടുള്ള ഫാമിലിനെ ഓർഡർ കപ്പാരയിൽസിലും ആബ്സെന്റ് ആയിട്ടുള്ള ഫാമിലീസിനെ ഓർഡർ പപ്പാവറയിൽസിലും ഇൻക്ലൂഡ് ചെയ്തു. സോ നമ്മളിപ്പോൾ ഗ്ലൂക്കോസിനോളൈറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഓർഡർ കപ്പാരയിൽസിൽ മാത്രമാണ് ഗ്ലൂക്കോസിനോളൈറ്റ്സ് കാണുന്നതെന്ന് നമുക്ക് പറയാം. നേരത്തെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഓർഡർ റോഡിയൽസിൽ വരുന്ന 4 ഫാമിലിയിൽ 2 ഗ്ലൂക്കോസിനോളൈറ്റ് ഉള്ളതും 2 ഗ്ലൂക്കോസിനോളൈറ്റ്സ് ഇല്ലാത്തതുമായിരുന്നു. സോ ടാക്സോണമിക് പ്രോബ്ലം ഒരു പ്രോബ്ലം ആയിരുന്നു. ഓർഡർ റോഡിയൽസ് ആണ് നമ്മളെ പ്രോബ്ലം. സോ ആ പ്രോബ്ലം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്തു? പരിഹരിച്ചു. സോ ഇങ്ങനത്തെ ചില ഫാമിലീസിന്റെ പ്രശ്നപരിഹാരത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീമോടാക്സോണമി യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടൈപ്പ് ആണ് ടെർപീൻസ്. Terpenes are a large group of chemical compounds derived from mevalonic acid precursors. Most of them are polymerized isoprene derivatives. Mevalonic acid precursors എന്ന് പറഞ്ഞാൽ മെവലോണേറ്റ് പാത്വേയിൽ വരുന്ന ഒരു പ്രിക്കേഴ്സർ ആണ്. മെവലോണേറ്റ് പാത്വേ എന്ന് പറഞ്ഞത് ടെർപീൻസിന്റെ എസ്റ്റീറോയിഡ്സിന്റെ ഒക്കെ സിന്തസിസിൽ വരുന്ന ഒരു പാത്വേ ആണ്. സോ ലാർജ് ഗ്രൂപ്പ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്
derived from mevalonic acid precursors. So mevalonate pathway എന്ന് അല്ലെങ്കിൽ mevalonic acid precursors എന്ന് ഫോം ചെയ്യുന്ന large group of chemical compounds ആണ് and polymerized isoprene derivatives ആണ്. Example camphor from cinnamomum. Cinnamomum എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ കറുവപ്പട്ടന്റെ ജീനസ് ആണ്. Cinnamomum camphora എന്ന് പറഞ്ഞത് നമ്മളെ കർപ്പൂരമരാണ്. നമ്മളെ കോളേജിന്റെ പോർച്ചിന്റെ രണ്ട് സൈഡിലും കാണുന്ന പ്ലാന്റ് ആണ് Cinnamomum camphora. So Cinnamomum ജീനസിൽ വരുന്ന പ്ലാന്റ്സ് എന്നാണ് camphor എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. camphor ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ടെർപീൻ ആണ്. Then menthol from mentha, അതായത് പൊതിനയെന്നാണ് menthol എടുക്കുന്നത്. mentha എന്ന് പറയുന്നത് പൊതിനയാണ്. അതുപോലെ കരോട്ടിനോയിഡ്സ് ഒക്കെ ടെർപീൻസിന് എക്സാമ്പിളാണ്. നമ്മൾ ടെർപീൻസും കേൾക്കാറുണ്ട്, ടെർപിനോയിഡ്സും കേൾക്കാറുണ്ട്. ടെർപിനോയിഡും ടെർപീനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ടെർപിനോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെർപീൻ ആണ്. ഇനി നമ്മൾ ടെർപീൻസ് ഏതെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് presence of sesquiterpene lactones in Compositae is used to recognize different tribes. Compositae ഫാമിലിയിൽ വരുന്ന ഡിഫറെൻറ്റ് ട്രൈബ്സിനെ റെക്കഗ്നൈസ് ചെയ്യാറ് സെസ്ക്വിടെർപീൻ ലാക്ടോൺസിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസിൻ്റെ ബേസിലാണ്. സോ ഫാമിലിക്ക് താഴെ വരുന്ന ഇൻഫ്രാ സ്പെസിഫിക് കാറ്റഗറീസ് ആണ് ട്രൈബ്സ് എന്ന് പറയുന്നത്. സോ കമ്പോസിറ്റേ ഫാമിലിയിൽ വരുന്ന ഡിഫറെൻറ്റ് ട്രൈബ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സെസ്ക്വിടെർപീൻ ലാക്ടോൺസിൻ്റെ പ്രസൻസും ആബ്സെൻസും യൂസ് ചെയ്യാറുണ്ട്. മൈക്രോ മോളിക്യൂൾസിൽ വരുന്ന പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും എന്താന്ന് പറഞ്ഞു, അതിന് എക്സാമ്പിൾസ് പറഞ്ഞു, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് മാക്രോ മോളിക്യൂൾസ്. നമ്മൾ എന്താ പറഞ്ഞത്? മാക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് വിത്ത് ഹൈ മോളിക്യുലാർ വെയ്റ്റ്. ഹൈ മോളിക്യുലാർ വെയ്റ്റ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് മാക്രോ മോളിക്യൂൾസ് കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് മെയിൻ ആയിട്ടും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് മാക്രോ മോളിക്യൂൾസ് ആ പറഞ്ഞിട്ടുള്ളത്, സിമൻറ്റൈഡ്സും നോൺ സിമൻറ്റൈഡ്സും. സിമൻറ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ക്യാരിയിങ് മോളിക്യൂൾസ് ആണ്. ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് സിമൻറ്റൈഡ്സ്. ആൻഡ് ഏതൊക്കെയാ സിമൻറ്റൈഡ്സിന് എക്സാമ്പിൾസ്? DNAs, RNAs ആൻഡ് പ്രോട്ടീൻസ്. DNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൈമറി സിമൻറ്റൈഡ്, RNA ഈസ് ദ സെക്കൻഡറി സിമൻറ്റൈഡ് ആൻഡ് പ്രോട്ടീൻസ് ആർ ദ tertiary cementioids. Then രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോൺ സിമൻറ്റൈഡ്സ് ആണ്. They are compounds which are not involved in information transfer. Information transferൽ ഇൻവോൾവ് ചെയ്യാത്ത മോളിക്യൂൾസ് ആണ്. കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആയിട്ടുള്ള സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെയാണ് നോൺ സിമൻറ്റൈഡ് മോളിക്യൂൾസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമിയിൽ വരുന്ന കീമോ ടാക്സോണമിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സിലെ കെമിക്കൽസിനെ അതിൻ്റെ മോളിക്യുലാർ വെയ്റ്റിൻ്റെ ബേസിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, മൈക്രോ മോളിക്യൂൾസും മാക്രോ മോളിക്യൂൾസും. മോളിക്യുലാർ വെയ്റ്റ് കുറഞ്ഞത് മൈക്രോ ആൻഡ് കൂടിയത് മാക്രോ. ദെൻ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ മോളിക്യൂൾസ് ആണുള്ളത്, പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും. ദെൻ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ വൈറ്റൽ മെറ്റബോളിക് പാത്വേസിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ദെൻ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ നോൺ വൈറ്റൽ ഫങ്ഷൻസ് ചെയ്യുന്ന ടെർപീൻസ്, ആൽക്കലോയിഡ്സ്, ഫ്ലാവനോയിഡ്സ്, ഗ്ലൂക്കോസിനോലൈഡ്സ്, നോൺ പ്രോട്ടീനിക് അമിനോ ആസിഡ്സ് ഇതൊക്കെയാണ്. ദെൻ മാക്രോ മോളിക്യൂൾസിൽ വരുന്ന രണ്ട് കാറ്റഗറീസ് ആണ് സിമൻറ്റൈഡ്സും നോൺ സിമൻറ്റൈഡ്സും. ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യാത്തതുമായിട്ടുള്ള മോളിക്യൂൾസ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സൈറ്റോ ടാക്സോണമിയും ന്യൂമറിക്കൽ ടാക്സോണമിയും മോളിക്യുലാർ ടാക്സോണമിയും എക്സ്പ്ലെയിൻ ചെയ്യും.